ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. 4 വിക്കറ്റിനായിരുന്നു ഇന്ത്യ വിജയിച്ചിരുന്നത്. മികച്ച പ്രകടനം നടത്തിയത് ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ തന്നെയാണ്. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, അക്ഷർ പട്ടേൽ എന്നിവരുടെ ഒരു ബാറ്റിംഗ് മികവാണ് ഇന്ത്യക്ക് ഈ ഒരു വിജയം നേടിക്കൊടുത്തിട്ടുള്ളത്. പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കേവലം 2 റൺസ് മാത്രമാണ് ഇന്നലത്തെ ഏകദിന മത്സരത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 7 പന്തുകളിൽ നിന്ന് 2 റൺസ് നേടിയ അദ്ദേഹത്തെ സാക്കിബാണ് പുറത്താക്കിയിട്ടുള്ളത്. സമീപകാലത്ത് വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 2024-25 സീസൺ അത് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ ദുരന്തമാണ്. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2024-25 സീസണിൽ ആകെ 16 ഇന്നിങ്സുകളാണ് രോഹിത് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം 166 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആവറേജ് വരുന്നത് 10.37 ആണ്. ഇനി അവസാനത്തെ 10 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ ദയനീയമാണ്. കേവലം 18 മാത്രമാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ 10 ഇന്നിങ്സുകളിലെ ഉയർന്ന സ്കോർ ആയിക്കൊണ്ട് വരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു 2024-25 സീസണിലെ റൺസുകൾ, ഇന്നിങ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 6, 5, 23, 8, 2, 52, 0, 8, 18, 11, 3, 6, 10, 3, 9, 2. അതായത് ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് മാറ്റി നിർത്തിയാൽ അവസാനത്തെ 16 ഇന്നിങ്സുകളിൽ ഒന്നും തന്നെ ചെയ്യാൻ രോഹിത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സമീപകാലത്ത് അത്രയും മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം കളിച്ചിരുന്നു. അവിടെയും രോഹിത് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് ഫോമിലേക്ക് എത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ നിർണായകമായ ചാമ്പ്യൻസ് ട്രോഫിയാണ് മുന്നിൽ വരുന്നത്. എത്രയും പെട്ടെന്ന് രോഹിത് തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമായ സ്ഥിതിയിലേക്ക് മാറിയേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.